നമസ്കാരം. അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കൊച്ചിയിലുള്ള ജസ്പെയ്ഡ് ഇൻ്റർനാഷണലിൻ്റെ ഓഫീസിലാണ്. ജസ്പെയ്ഡ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ സിൽവർ സ്പൂൺ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അറിയും. കഴിഞ്ഞ 25 വർഷങ്ങളിലായി 14 റെസ്റ്റോറൻറ്റ്, അതുപോലെ കാറ്റേഴ്സ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നീ രംഗത്തെല്ലാം പുതിയ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിരിക്കുന്ന സിൽവർ സ്പൂൺ റെസ്റ്റോറൻറ്റിൻ്റെ MD ഡോക്ടർ നിഷാദ് അബൂബക്കറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പക്ഷേ ഇന്ന് സിൽവർ സ്പൂൺ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനല്ല, മറിച്ച് ജസ്പെയ്ഡ് ഇൻ്റർനാഷണലിൻ്റെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പ്രൊജക്ട്സിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ് നമ്മളോടൊപ്പം സാർ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഗുണമുള്ള അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരുപാട് പുതിയ ഇന്നോവേഷൻസ്. സോ എന്തിനാണ് അത്തരത്തിൽ പുതിയ കുറച്ച് ഇന്നോവേഷൻസ്? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സോ പ്ലീസ്. യെസ്, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് കേരളത്തിൽ പല ബിസിനസ്സും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ 1999 ആദ്യമായിട്ട് സിൽവർ സ്പൂൺ റെസ്റ്റോറൻറ്റിന് രൂപം കൊടുക്കുന്നത്. അതിനുശേഷം 2001 സിൽവർ സ്പൂൺ ഒരു കാറ്ററിംഗ് കമ്പനിയായിട്ട് കൂടെ ഞങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം 2003 സിൽവർ സ്പൂൺ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കൂടെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നീണ്ടൊരു ജൈത്രയാത്രയായിരുന്നു. അതിനുശേഷം ഇവിടെ കോവിഡ് വന്നപ്പോഴാണ് 2020 എന്തെങ്കിലും പുതിയൊരു വേറിട്ട ആശയം സമൂഹത്തിന് കൂടി ഗുണകരമാവുന്ന രീതിയിൽ ചെയ്യണമെന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് 2020 ജസ്പെയ്ഡ് എന്ന കമ്പനിക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഇത് തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ അത് സൂപ്പർ മാർക്കറ്റായിട്ടും ഇ-കോമേഴ്സായിട്ട് മുന്നോട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഒന്നുകൂടെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ പല ആളുകളും ഇവിടെ പണം ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ അവർക്കറിയാത്ത 3 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു ഹൗ ടു മേക്ക് മോർ മണി, അതായത് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം. ഇത് മിക്ക ആളുകൾക്കും അറിയില്ല. രണ്ടാമത്തൊരു കാര്യം ഹൗ ടു മാനേജ് മണി, നമ്മൾ ഏൺ ചെയ്ത പൈസയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. മൂന്നാമതായിട്ട് ഹൗ ടു മൾട്ടിപ്ലൈ മണി, വന്ന പൈസ എങ്ങനെ ഇരട്ടിപ്പിക്കണം എന്നറിയില്ല. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാത്തടത്തോളം കാലം ഇവിടെ നമ്മൾ എന്നും ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, ആ കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകളെ ചിന്തിപ്പിക്കാൻ വേണം, ഇതിലേക്ക് കൊണ്ടുവരാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2023 നവംബറിൽ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് കൂടി രൂപം കൊടുക്കുകയാണ്. ഇത് തികച്ചും ഇന്നോവേറ്റീവായിട്ട് വയനാട്ടിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. 1400 ഏക്കറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ, അതായത് വില കൂടിയ മരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയോ? ചന്ദനാണ് അല്ലേ? അപ്പോൾ ആ വില കൂടിയ മരം ഇവിടെ പലരും ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ റിസ്ക് ഫാക്ടറും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം ആലോചിച്ചിട്ട് ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ ഞങ്ങൾ വലിയ പ്രൊജക്റ്റാക്കി മാറ്റിയിട്ട് 1400 ഏക്കറിൽ ചന്ദന കൃഷി നടപ്പിലാക്കാൻ ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വയനാട്ടിൽ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം 2025 ഫെബ്രുവരിയിൽ അടുത്തൊരു പ്രൊജക്റ്റോട് ഞങ്ങൾ തുടങ്ങി, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 10 ഏക്കർ വരുന്ന സ്ഥലത്ത് 3000-ഓളം ചന്ദന മരങ്ങൾ, ഇതിനിടയിൽ 150 കേവ് വില്ലാസ്, കേവ് മോഡലുള്ള ഒരു വില്ലാസ് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് ആളുകൾക്ക് കിട്ടുന്നൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെ, കാരണം എന്ന് വെച്ചാൽ ഇത് മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തും വെൽത്തും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അതായത് പഞ്ചമഹാഭൂതം എന്ന് പറയുമ്പോൾ ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു. ഈ 5 കാര്യങ്ങൾ മനുഷ്യന് ഇത്ര പെർസെൻറ്റേജിൽ വേണം ഒരു ദിവസം. പക്ഷേ ഇന്ന് നമ്മൾ ഭൂമിയിൽ സ്പർശിക്കാറില്ല. കാരണം എന്താ? ഇവിടെ ചെരുപ്പും മറ്റും വന്നതിൻ്റെ പേരിൽ നമ്മൾ ഭൂമിയിലൊന്നും ടച്ച് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്തില്ല, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, രോഗപ്രതിരോധ ശേഷി കിട്ടുന്നില്ല. അതേപോലെ വായു, നമുക്ക് പ്യൂരിഫൈ ചെയ്തുള്ള വായു കിട്ടുന്നില്ല, വെള്ളം നല്ലത് കിട്ടുന്നില്ല. ഇതിൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് ഹോസ്പിറ്റലിൻ്റെ എണ്ണം ഇവിടെ കൂടിയെന്നുള്ളതാണ്. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ജനിച്ചന്ന് മുതൽ ഇപ്പോൾ ഹോസ്പിറ്റൽ എണ്ണം നോക്കി ക്രമാതീതമായിട്ട് ഹോസ്പിറ്റൽ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് മെയിൻലി നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ഉദ്ദേശിക്കുന്നത് അസുഖം വരാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുള്ള റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇത് ഈ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇത് കസ്റ്റമേഴ്സിന് ഞങ്ങൾ വിൽപ്പന ചെയ്തുകൊണ്ട് ആ റിസോർട്ടുകൾ ഞങ്ങൾ തന്നെ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ്. ഇപ്പോൾ മൂന്നാമത് തുടങ്ങിയിട്ടുള്ളത് ഫാം ടൂറിസമാണ്.
അതായത് ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും ചിക്കനും എഗ്ഗും ഫിഷും എല്ലാം ഞങ്ങൾ തന്നെ വിഷരഹിതമായിട്ട് ഉണ്ടാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി വിഷമടിച്ചതാണ്, മീൻ അമോണിയാണ്, ഇതെല്ലാം ചിക്കൻ എല്ലാം വിഷമുള്ളതാണ്. പക്ഷേ ഇതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു വെച്ചാൽ ഇത്രയും ഗുണകരമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ 12 ഏക്കറിൽ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അതിനേക്കാൾ ഉപരി ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് പ്രധാനമന്ത്രിയായിട്ട് CSIR എന്ന് പറയും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് തിരുവനന്തപുരത്തുള്ള, അവരുമായിട്ട് പുതിയ ഒരു ഇന്നോവേഷൻ ഞങ്ങൾ കൈകൊടുത്തിരിക്കുകയാണ്. അതായത് 34 പാറ്റൻറ്റുകളുള്ള, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ്. അതായത് ഇവിടെ ഹോസ്പിറ്റലിലെ വേസ്റ്റുകളുണ്ട്, ഈ വേസ്റ്റുകളെല്ലാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും കൊണ്ട് കത്തിക്കുകയാണ് ചെയ്യണത്. ഇത് മുഴുവൻ കത്തില്ല. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ പ്രകൃതിക്ക് കിട്ടുന്ന പ്രകൃതി ഹാനികരമാകുന്നു. അതോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് ഒഴുകുമ്പോൾ വെള്ളം. അപ്പോൾ ഇത് ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സംവിധാനം ഗവൺമെൻറ്റില്ല. ഗവൺമെൻറ് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഇതിനെ മണ്ണാക്കി മാറ്റുന്നൊരു സാങ്കേതിക വിദ്യ ഈ CSIR, പ്രധാനമന്ത്രി പ്രസിഡൻ്റായിട്ടുള്ള ഈ CSIR ഞങ്ങൾക്ക് ആ ടെക്നോളജി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 34 പാറ്റൻറ്റുകളുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കുമ്പോൾ ക്ലീൻ കേരള എന്നൊരു ആശയം കൂടെ ഞങ്ങളിവിടെ നടപ്പിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഭൂമിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള പ്രൊജക്റ്റുകളാണ് ഇനിയിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 4 പ്രൊജക്റ്റുകളും. അപ്പോൾ ഇവിടെ ഇത് നടപ്പിലാക്കി വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറയുന്ന 4 കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി. 2, ഹൗ ടു മാനേജ് മണി. 3, ഹൗ ടു മൾട്ടിപ്ലൈ മണി. അപ്പോൾ ഇതിലൂടെ സമ്പന്നരാകാനുള്ള അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഭാഗവാക്കാവണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഓണറായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടായിക്കൊണ്ട് ഒരു സമ്പന്നാവാം. 2, നിങ്ങൾക്ക് ഇതിലൂടെ വാങ്ങാനുള്ള സാമ്പത്തികം കയ്യിലില്ലെങ്കിൽ, പണം കയ്യിലില്ലെങ്കിൽ, ഇത് മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്കൊരു സമ്പന്നാവാം. ഇതിന് രണ്ടുമുള്ള അവസരമാണ് ഞങ്ങൾ ഈ പുതിയ ഒരു ഇന്നോവേഷൻ പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഇത്രയും വലിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സാറിൻ്റെ വാക്കുകളാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദി. സോ എല്ലാവരെയും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. സൈനിങ് ഓഫ്, ക്രിസ്.